കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുന്നത് നോക്കണ്ടേ. നമുക്ക് അനുഗ്രഹം തരാനായിട്ട് ഏത് രൂപത്തിലാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ അവിടെ നിന്ന് പോയിട്ട് ഒന്ന് സ്മരിച്ച് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് ആ കിഴക്കേ നടയിൽ തന്നെയുള്ള അത്തിമര ഗണപതിനെ ഒന്ന് തൊഴുത് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ വരാം. അങ്ങനെ ആ വാതിൽപ്പടി, ഗോപുരവാതിൽ കടന്ന് വാതിൽപ്പടി കയറുക. അപ്പോൾ അതിൻ്റെ മുൻപ് ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പ് അപ്പുറം ഇപ്പുറം ഇങ്ങനെ കാണാം. അതിന് നടുക്കായി മഹാലക്ഷ്മി ദേവീനെയും കാണാം. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ഇടത്തെ സൈഡിലുള്ള ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇരുന്ന് നാരായണീയം ചൊല്ലിയിരുന്ന, എഴുതാൻ ഉപയോഗിച്ചിരുന്ന ആ പീഠം കാണാം. ആ പീഠം കണ്ടിട്ട് അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും കാണാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. എന്നൊരു മരമാണ് കാണാനുള്ളത്. ഒരു മരം, ഇങ്ങനെ വലിയ മരം കാണാണ്ട്. അങ്ങനെ ആ മരത്തിന് എന്ത് രസമാണ്, മരം തന്നെ രസമാണ്. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ 3-4 ചില്ലകളൊക്കെ കാണാണ്ട്, വലിയ വലിയ ചില്ലകൾ. ഇടത് വശത്തായിട്ട് നമ്മുടെ പൊന്നുണ്ണി മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക കേട്ടോ. അങ്ങനെ കാലിങ്ങനെ തൂക്കിയിട്ടിട്ട് എന്താ ചുവന്ന പട്ടൊക്കെ എടുത്തിട്ട് നല്ല രസമായിട്ടുണ്ട്. ചുവന്ന പട്ടം എടുത്തിട്ടുണ്ട്, അരമണി കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്. അങ്ങനെ മുകളിൽ പട്ടിൻ്റെ ഞൊറി ഇങ്ങനെ കാണാണ്ട്, കിങ്ങിണിയും ഒക്കെ ഇങ്ങനെ ഇതായി കിടക്കണം. പിന്നെ കൈവള കാണാണ്ട്. കയ്യിലേക്ക് നോക്കുമ്പോൾ പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുക കേട്ടോ. വേണുഗോപാലനാണ്. മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടേ ആ കയറി ഇരുന്ന് കൊമ്പിൻ്റെ ശിഖരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് എന്ത് സന്തോഷത്തിലാണ്. നല്ല രസമായിട്ടാണ്. ആ എന്താ പറയുക, ഊഞ്ഞാലാടുമ്പോൾ ഇരിക്കണ മാതിരി ആയിരിക്കണം ആളെ. പിടിച്ചിട്ടൊന്നുമില്ലേ, വീഴുന്നൊന്നും പേടിയില്ല എന്നുണ്ട്. അങ്ങനെ ഇരുന്ന് വേണുഗാനം പൊഴിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നോക്കിയാലോ, ചേലകളൊക്കെ ഉണ്ടല്ലോ. 3-4 ചേലകളൊക്കെ ഉണ്ട്. 4 ഒന്നല്ല, കുറേ ചേലകളുണ്ട്. ഗോപികമാരുടെ വസ്ത്രം കൊടുന്നിട്ട് എടുത്ത് വെച്ചെന്നാ. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് വെച്ചിട്ട് ആ വേണുഗാനം പൊഴിക്കുക. എന്താ രസം! ആളുടെ ഒരു സുന്ദരമായ മുഖം, എന്താ ഒരു കള്ള പുഞ്ചിരി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ കളഭം കൊണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വരണ്ടേ. നല്ല രസമായിട്ടുണ്ട് അലങ്കാരം. വളരെ മനോഹരം, വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ആ കാഴ്ച തന്നെ, ആ ഉണ്ണീനെ കണ്ടാൽ തന്നെ ഒരു രസം. മരം കാണാണ്ട്, മരത്തിനും നല്ല സൗന്ദര്യം. അതേപോലെ ഉണ്ണിയെ കാണുമ്പോഴും രസം. ഉണ്ണി ഇങ്ങനെ ആ തിരുമുടിമാലകൾ കെട്ടിയിട്ടുണ്ട്. അത് 3 പീലി ഇങ്ങനെ, ആ പീലിയൊക്കെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ടേ. പിന്നെ അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകൾ, തെച്ചിയും തുളസിയായിട്ടുള്ള 2 എണ്ണം. അതേപോലെ ഉണ്ടമാലയും ചാർത്തിയിട്ടുണ്ട്. അതും തെച്ചിയും തുളസിയും വെളുത്ത പൂവുണ്ട്. അങ്ങനെ ആകെ മൊത്തം ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ച് അലങ്കാരമായിട്ടാണ്. വളരെ മനോഹരം. അത്രയും കേമം എന്ന് പറഞ്ഞാൽ അത്രയും കേമം. എന്താ ഒരു രസം. എന്നിട്ട് അതല്ല, ഇരുത്തം കണ്ടാലേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല വെച്ചിട്ട് പാട്ട് പാടുക. അതാണ് ആ മറ്റേ എന്താ പറയുക, ഓടക്കുഴൽ ഇങ്ങനെ വായിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഗോപികമാരുടെ വസ്ത്രം കവർന്ന ചോരനായിട്ടാണ്. എന്തായാലും നല്ല രസമായിട്ടാണ് കാഴ്ച. നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ്. ആ ശ്രീലകത്തെ കാഴ്ച നമ്മളിങ്ങനെ കണ്ട് എന്തൊരു എന്താ പറയുക, ഭയങ്കര അലങ്കാരം. അപ്പോൾ അതിങ്ങനെ കാണാൻ നല്ല രസം. നമ്മളെ നോക്കി ചിരിക്കുകയാണ് ആൾ. താഴത്തെ ഗോപസ്ത്രീകളിങ്ങനെ കാളിന്തിയിൽ കുളിക്കണു, അതും കാണാം. അപ്പോൾ ആ കാളിന്തിയിൽ കുളിക്കണ ഞങ്ങളെ ആ വസ്ത്രം തിരിച്ചു തരൂ കണ്ണാ, ഉണ്ണിക്കണ്ണാ, ആ വസ്ത്രം തരൂ എന്ന് പറയണ ആ ഒരു എന്താ പറയുക, കരച്ചിലാണേ. ഇവിടെ ആൾക്ക് യാതൊരു കുഴപ്പമില്ല. ആളിങ്ങനെ ഇരുന്ന് ചിരിക്കുക. ഞാനൊന്നല്ല അടുത്തുണ്ട്, ഞാൻ പാട്ട് പാടുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള അലങ്കാരം കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ട് അരയാലിൻ കൊമ്പത്തിരുന്നൊരു
കോടക്കാർ വർണ്ണ കണി കാണുമാൻ എന്ന് പറഞ്ഞ പോലെ ആ വർണ്ണനെ കണ്ട് തൊഴാം നമുക്ക്. അങ്ങനെ തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ആ ഒരു ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ തിടപ്പള്ളി നോക്കി തൊഴുക. അതേപോലെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ ചുമരിൻ്റെ മുകളിലുള്ള അല്ലക്കണ്ണനെ കണ്ട് തൊഴാം. സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതേപോലെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഇന്നുകൊണ്ട് പീലി കേട്ടോ, പീലി തിരുമുടിയൊക്കെ കെട്ടിയ മാതിരി തന്നെയാണ് പീലി. നല്ല നല്ല രസമായിട്ടുള്ള പീലിയാണ്, വലിയ പീലി. അതേപോലെ ആ കൊമ്പും തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, വളരെ മനോഹരം. ധാരാളം പൂക്കളുണ്ട്. പട്ട് വെളുത്ത ആ പട്ട് എന്താ പാവുകൊണ്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. ചന്ദനമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വേറെ. അതേമാതിരി കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിൽ വിളക്കിങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി അറയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവിനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടൊന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ വരുന്നത് മേൽശാന്തി ഇരിക്കുന്ന അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ് കവപ്രമാരാത്ത അച്യുത നമ്പൂരിപ്പാട്. അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പോരാം. പിന്നെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അനന്തപത്മനാഭൻ്റെ അടുത്ത് വന്ന് അനന്തപത്മനാഭനെയും തൊഴുക. അവിടെയും ധാരാളം പൂക്കളുണ്ട്, ഉണ്ടമാലകളായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമുക്ക് മുന്നിൽ നിന്ന് പറയാൻ പറ്റാത്തതൊക്കെ അവിടെ അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറയാം. അത് കഴിഞ്ഞ് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് ആ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിമാല, 2 തുളസിമാല ഉണ്ട്. പിന്നെ അതേപോലെ മുരുകന് ഭസ്മാഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്തൊന്നും ഒന്നുമില്ല കേട്ടോ, മാലയൊന്നുമില്ല, കുങ്കുമമില്ല. ചെറിയത് തോതിൽ കുങ്കുമം താഴത്ത് ഉള്ളതേ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. പിന്നീട് ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാട്ട് മാറി നിന്നാൽ ആ താമരക്കണ്ണനെ, ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് നേരെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ ആ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണറും അതേപോലെ ആ നൃത്ത അറയൊക്കെ കണ്ട് തൊഴുത്, ആ കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത്, നാരദരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പ്രസാദമൊക്കെ കൊണ്ടുവന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് നേരെ നമ്മൾ എടത്തരികത്തുകാവിൽ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ നിന്നും ഗോളകി തന്നെയാണ് ഇറക്കിയത്. കുറച്ചുകൂടി കഴിയും തോന്നുന്നുണ്ട് മുഴുവനായിട്ടുള്ള അലങ്കാരം വരാൻ. അങ്ങനെ ധാരാളം പൂക്കളൊക്കെ ഉണ്ട്, നല്ല ചുവന്ന മാലകളുണ്ട്, തുളസിപ്പൂവിൻ്റെ മാലയുണ്ട്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുതു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞിട്ട് മമ്മിയൂരപ്പനെ നോക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പം മമ്മിയൂർ പോയി ദർശനം ലഭിച്ച പോലെയാവും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ
ആലിൻ്റെ കൊമ്പത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം, വേണുഗോപാല സ്വരൂപത്തിലുള്ളത് കാണാം. അപ്പോൾ കണ്ട് തൊഴാം, നമസ്കരിക്കുക. പിന്നീട് നേരെ കൂത്തമ്പലത്തിൽ വന്നിട്ട് അവിടെ കിടാവൾക്ക് കാണാം, അവിടെ നോക്കി തൊഴുക, നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക, അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് കിരീടമൊക്കെ 2 കിരീടമായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല വലുപ്പത്തിൽ. പിന്നെ വലിയ ഗോപി പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കാതിൽ ചെവിപ്പൂക്കളുണ്ട്. ഒക്കെ ഓരോ നെഞ്ഞത്ത് നല്ലൊരു മാല, വലിയ മാല വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെയും കണ്ട് തൊഴാം. ആ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. എന്നിട്ട് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ നമ്മൾ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോവാം. അങ്ങനെ പോയി കാളിയമർദ്ദന രൂപം കാണാൻ നടുക്ക്. അത് കഴിഞ്ഞ് നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് അവിടുന്ന് അങ്ങനെ നമ്മളിങ്ങനെ വരണു. ഭഗവതി നടയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി കാണാം. അവിടുന്ന് ആ പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലുള്ള ഒരു കൂവളമരത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അവിടെ ചെല്ലിന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും ഒക്കെ സ്മരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവരും എൻ്റെ കൂടെ വന്ന് തൊഴുതു കേട്ടോ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എല്ലാവർക്കും എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഷീലാജിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയുടെ ക്യാൻസർ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ശ്യാമളയുടെ മക്കൾക്ക് ആയുരാരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്. കൃഷ്ണേന്ദു മൂലം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. ശ്രീകലയ്ക്ക് ഗൾഫിൽ പോകാൻ വിസ ശരിയാവാൻ വേണ്ടിയിട്ട്. ചിക്കു പുണർദം, ലക്ഷ്മി അനീഴം, ആദിത്യാത്തം, ബിജു ആയില്യം, ഉദയ അത്രം ഇവർക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പത്മജയുടെ ഇടത്തേക്ക് അസുഖം മാറി ഗുരുവായൂരിൽ വന്ന് തൊഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരുവായൂർ വന്ന് ദർശനം ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സിന്ധുവിന് ജോലി ലഭിക്കാൻ വേണ്ടി. രാജഗോപാലൻ പൂരൊട്ടാതി കാലുവേദന മാറാൻ വേണ്ടിയിട്ട്. ഇത്രയും പേരാ പറഞ്ഞു. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പരസ്പരം പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഇനി നമുക്ക് ചെറിയൊരു കഥ. കൃഷ്ണനും അരിഷ്ടാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ്റെ കഥയും കൂടി കേട്ടോ. കൃഷ്ണൻ്റെ അമ്മാവനായ കംസൻ കൃഷ്ണനെ കൊല്ലാൻ പല വഴികളും പരീക്ഷിക്കും. ഒരു സന്ദർഭത്തിൽ അരിഷ്ടാസുരൻ എന്ന കാട്ടുപോത്തിനെ വൃന്ദാവനത്തിലേക്ക് അയക്കുകയാണ്. വൃന്ദാവനത്തിലെത്തിയപ്പോൾ ആ അസുരൻ നാശം വിതയ്ക്കുകയും മരങ്ങൾ പിഴുതെറിയുകയും വീടുകൾ നശിപ്പിക്കുകയും ഗ്രാമവാസികളെ ഭയപ്പെടുത്തി ഓടിക്കുകയൊക്കെ ചെയ്യും. യമുനാ നദിയുടെ തീരത്ത് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ്റെ അടുത്തേക്ക് ഗ്രാമവാസികൾ ഓടിയെത്തി. കാള ഒരു സാധാരണ കാളയല്ല, മറിച്ച് വേഷം മാറിയ ഒരു രാക്ഷസനാണെന്ന് തോന്നുന്നു. കാളയുടെ കൊമ്പുകൾ പിടിച്ച് എറിഞ്ഞു. ഒടുവിൽ അവൻ്റെ കൊമ്പുകൾ തകർന്നു. കാളയെ ഇങ്ങനെ കീഴടക്കിയപ്പോൾ ആത്മാവ് കാളയുടെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി കൃഷ്ണൻ്റെ മുന്നിൽ കുമ്പിടുന്നു. താൻ യഥാർത്ഥത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശിഷ്യനാണെന്നും തൻ്റെ ഗുരുവിനെ അനാദരിച്ചതായും അങ്ങനെ ഭഗവാന്റെ കൈകളാൽ മോചിതനാകുന്നവരെ ഒരു രാക്ഷസനായിട്ട് ശപിക്കപ്പെട്ടതായും ആയതാണെന്ന് കൃഷ്ണനോട് പറയുന്നു. ആ ഒരു കാര്യമാണ് പറയാനുള്ളത്. നാരദമുനി കംസൻ്റെ അടുത്ത് ചെന്നിട്ട് കൃഷ്ണനും ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാണ്, കംസൻ്റെ അദ്യത്തിന് കാരണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിലാണ് ഇങ്ങനെയുള്ള ഓരോരുത്തരെ നീണ്ട മുടിയുള്ള രാക്ഷസനായ കേശിയോടൊക്കെ കൃഷ്ണനെ കൊല്ലാൻ പറയണത്. അപ്പോൾ പല കഥകളുമുണ്ട്. അങ്ങനെ അതിലത്തെ ഒരു ചെറിയ കഥ കേട്ടോ. ദശകം 2 3-ാമത്തെ ശ്ലോകം.
യത് ത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിദാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഹേ വിഷ്ണു വിഭോ, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, യത് യാതൊന്ന്, ത്രൈലോക്യ മഹീയസ അഭിമഹിതം, മൂന്ന് ലോകത്തിനും എത്രയും പൂജ്യമായതിലും വെച്ച പൂജ്യവും, മോഹനാത് അഭിസമ്മോഹനം, മോഹനമായതിനേക്കാളും സമ്മോഹനവും, കാന്തിനിദാനത അഭികാന്തം, തേജോനിധിയായതിനേക്കാളിലും തേജസ്വിയും, മാധുര്യാതുര്യാത് അഭിമധുരം, മാധുര്യസത്തിനേക്കാളും മധുരവും, സൗന്ദര്യോത്തരത അഭി സുന്ദരതരം, ഏറ്റവും സുന്ദരമായതിനേക്കാളിലും സുന്ദരവും, ആശ്ചര്യത അഭി ആശ്ചര്യം, അത്ഭുതകരങ്ങളായവയിൽ വെച്ച് ത്വദ്രൂപം അത്ഭുതകരവും ആയിരിക്കുന്നുവോ ആ നിന്തിരുവടിയുടെ വിഗ്രഹം. ഭുവനകസ്യ കുതുകം ന പുഷ്ണാതി, ലോകത്തിൽ ആർക്കും തന്നെ കൗതുകം കൈവളർത്തുന്നില്ല, ഏവർക്കും കൗതുകപ്രദം തന്നെ. വിഷ്ണു സർവവ്യാപി, വിഭു സർവശക്തൻ, ഈ രണ്ടു സംബോധനങ്ങളാൽ എവിടെയും നിറഞ്ഞിരിക്കുന്നതിനാൽ കണ്ടെത്തുവാനും സർവശക്തനാകയാൽ സംസാര നിവൃത്തി വരുത്തുവാനും കഴിയുമെന്ന് ബോധിപ്പിക്കുന്നു. ഇവിടെ ത്രൈലോക്യപദം സമാസത്തിൽ ഉൾപ്പെട്ടതായാലും വേർതിരിച്ച എല്ലാ വിശേഷ പദങ്ങളോടുകൂടി ചേർത്ത് അർത്ഥാൽ അന്വയിക്കേണ്ടതാകുന്നു. കസ്യ കുതുകം ന പുഷ്ണാതി, സകല ധ്യാനം എങ്ങനെ നിഷ്കളാനന്ദമായി പരിണമിക്കുന്നു എന്ന് സുവ്യക്തമാക്കുന്ന ഈ വർണ്ണനത്തിലൂടെ നാരായണീയത്തിലുടനീളം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭഗവത് രൂപ ചിത്രീകരണത്തിൻ്റെ മാറ്റി നിർത്തുവാനാകാത്ത ആവശ്യം ഭട്ടതിരിപ്പാട് ആദ്യമേ പ്രകാശിപ്പിച്ചിരിക്കുന്നുണ്ട്. സംസാരവർണ്ണത്തിൽ നിന്നും കരകയറാൻ സമർത്ഥനായ മഹാവിഷ്ണു ത്രൈലോക്യത്തിൽ ഏറ്റവും മഹത്വം, പൂജിതവും ഉത്കൃഷ്ടവുമായിരിക്കുന്ന വസ്തുവിനെ ഉത്കൃഷ്ടമായും മോഹന വസ്തുവേക്കാൾ അതിമോഹനമായും ശോഭയേറിയതിനേക്കാൾ അതിശോഭനമായും മാധുര്യമേറിയ വസ്തുവിനേക്കാൾ അതിമധുരമായും ശ്രേഷ്ഠ സൗന്ദര്യം തികഞ്ഞ വസ്തുവിനേക്കാൾ സുന്ദരമായും ആശ്ചര്യവസ്തുവിനേക്കാൾ അത്യാശ്ചര്യമായും യാതൊന്നു സ്ഥിതി ചെയ്യുന്നുവോ അതാണ് അങ്ങയുടെ ദിവ്യരൂപം. അപ്രകാരമുള്ള അങ്ങയുടെ ലീലാവിഗ്രഹം സകല മുക്തന്മാർക്കും ശ്രവണസ്മരണാദികളിൽ ഔത്സുകത്തെ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയിരിക്കുന്ന ഗുരുവായൂരപ്പാ പ്രണാമം. നമ്മളും പ്രണാമം ചൊല്ലാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.